മച്ച ഈ കളി കാണാൻ ഒരു കളിയായിരുന്നു. കാരണം നെയ്മർ എന്ന് പറഞ്ഞാൽ നെയ്മർ ആരാണെന്ന് കാണിച്ചെന്നൊരു കളിയായിരുന്നു അത്. മനസ്സിലായോ? അർജന്റീനയൊക്കെ ഒന്ന് വിറച്ച കേട്ടോ. തമാശ പറഞ്ഞല്ല, ആ കളി കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പോയി. അവസാനത്തെ 25 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ എമിലിയാനോ മാർട്ടിൻസ് തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞാണ് അവസാനത്തെ 25 മിനിറ്റ് ഒക്കെ ഞങ്ങളെ മുട്ടിടിച്ചിരിക്കുമായിരുന്നു പറഞ്ഞു. കാരണം അമ്മാതിരി പ്രതിരോധമായിരുന്നു. നെയ്മറിന്റെ ഓരോ പാസ്, ഓരോ ത്രൂ ബോൾ, ഓരോ കൗണ്ടറും, എന്റെ പൊന്ന് അവര് മിഡ്ഫീൽഡ് ഡിഫൻഡേഴ്സും എല്ലാം കൂടെ ഇറങ്ങുന്ന പുള്ളിയെ കൊല്ലാക്കുറി ചെയ്തിട്ടും എന്റെ സൈമ കളി കാണൊരു കളിയിലോട്ടോ. അത് സത്യം പറഞ്ഞു. അന്ന് അർജന്റീന 11 പേരുടെ ഒരാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തൊരു സംഭവമാണ് അത് കേട്ടോ. അതൊരു വേറെ നിങ്ങളുടെ തമാശ പുള്ളിയടിച്ചോണ്ടോ, രോമത്തിടിച്ചോണ്ടോ. അത് പറഞ്ഞപ്പോ തന്നെ അമ്മാതിരി കളി നെയ്മറന്ന് കളിച്ചു നോക്ക്. അമ്മാതിരി കളി നെയ്മറന്ന് കളിച്ച് എന്ന് പറഞ്ഞ എന്റെ പൊന്നോ ദൂരം മാറില്ല, രോമൊക്കെ അടിച്ചിരിക്കുന്നത്. നെയ്മറിന്റെ കൂടെ സുൽത്താൻ എന്ന് പറഞ്ഞ സുൽത്താൻ തന്നെ കേട്ടോ. ആ ഒരു കളി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു, ഈ അർജന്റീന ഫാനായാലും ബ്രസീൽ ഫാൻസ് ആയാലും അത് ഒരിക്കലും ഈ അർജന്റീന ഫാൻസ് പറയത്തില്ല പുള്ളി കളിച്ചില്ലെന്ന് പറഞ്ഞില്ല. പുള്ളി കളിച്ചു, പക്ഷെ തോറ്റെന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. കാരണം കളി തോറ്റു, പക്ഷെ ഭയങ്കര കളിയായിരുന്നു. അതിന്റെ പൊന്നടാവേ എന്ത് കളിയായിരുന്നു. ഒരു 10-16 ഫൗള് തന്നെ ആ പുള്ളിക്കാരനെ കിട്ടി. ഈ അർജന്റീന ഫാൻസ് ഒക്കെ ഉണ്ട് കൊല്ലാക്കൊലയായിരുന്നു. അതിന്റെ ഒരു ഗ്രൗണ്ടിട്ട് എന്റെ പൊന്നു എന്താ പരിപാടിയായിരുന്നു. ഇപ്പൊ പോയി നെയ്മറൊക്കെ എന്താ പറയാ, ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും കളിക്കുന്ന പുള്ളി കളിക്കാൻ വയ്യാത്ത. കാരണം നിറയെ പരിക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നെയ്മർ ഫാൻസ് ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങട്ടെ.